ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കസാക്കിസ്ഥാൻ ഡയറിയിലെ ലാസ്റ്റ് ദിവസത്തെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ ബസാറിലാണ്. ഇവിടെ നിന്ന് നമ്മൾ പോയിട്ടില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം ചുറ്റിക്കറങ്ങി കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെ ഒക്കെ ഭാഗത്ത് ആണ് ഇത്ര നേരം കറങ്ങിയത്. ഇനി നമ്മൾ പോകുന്നത് മീറ്റിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വെറൈറ്റി പലതരം മീറ്റുകൾ നമുക്കിവിടെ കാണാം. കുതിരയുടെ മീറ്റ് ഉണ്ട്, അതുപോലെ ചിക്കൻ, ഫിഷ്, പോർക്ക്, അങ്ങനെ എന്ത് തരം മീറ്റ് വേണമെങ്കിലും ഇവിടെ കിട്ടും നമുക്ക്. അപ്പോൾ ഇവർ ഓരോ മീറ്റിൻ്റെയും ഏത് പോർഷനാണ് അവിടെ ഉള്ളതെന്നും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ലാബിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ മാത്രം രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹോഴ്സിൻ്റെയാന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ കുതിരയിറച്ചി കഴിക്കും. ഞങ്ങളുടെ ഗൈഡായിരുന്ന ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇവിടെ ഏതൊരു ഫങ്ഷനൊക്കെയാണ് കുതിരയിറച്ചി കഴിക്കുക എന്ന് പറഞ്ഞത്. അല്ലാണ്ട് സാധാരണ ആൾക്കാർ അങ്ങനെ എപ്പോഴും കഴിക്കണ ഒരു മീറ്റല്ല. പക്ഷേ അവർ അവരുടേതായ ഒരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ മീറ്റ് കഴിക്കുമെന്ന് പറഞ്ഞു. ഇതാ കണ്ട്, ഇത് കുതിരയുടെയാണ്. അപ്പോൾ അത് പല സോസേജ് പോലെ ടൈപ്പിലുണ്ട്. അതിൻ്റെ വാരിയലൊക്കെ അങ്ങനെയായിട്ടുള്ളതുണ്ട്. അങ്ങനെ എന്താ പറയുക, പല ഷേപ്പിലും ഭാവത്തിലും രൂപത്തിലൊക്കെ മീറ്റ് ഇരിക്കുന്നുണ്ട്. ഈ വഴി കൂടെ പോകുമ്പോൾ ചെറുതായിട്ട് നമുക്ക് വേറെ ഒരു സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ വഴിയൊക്കെ പോകുന്നു. നമ്മളിതൊന്നും മേടിക്കുന്നതല്ല, നമ്മളിങ്ങനെ പോകുന്നു. പിന്നെ ഇവിടെ നമ്മൾ വേറൊരു കണ്ട കാഴ്ച, എന്താ പറയുക, എല്ലാ ഭാഗങ്ങളും കാല്, തല, അങ്ങനെയൊക്കെ സെപ്പറേറ്റ്, കുടല് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ജീവികളുടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ജീവികളെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളത് കുതിര, പശു, ആട്, കോഴി, ഫിഷും ഉണ്ട് അവിടെ. അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും അങ്ങനെ അതിൻ്റേതായ രീതിയിൽ അവരിങ്ങനെ മുറിച്ച് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങിയതാ ഇവിടെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പോർക്കിൻ്റെ തല അവിടെ ഇങ്ങനെ വെട്ടി വെച്ചതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇതായിരിക്കുന്നു ഈ സംഭവം. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു സംഭവം ഇരിക്കണ പോലെ തോന്നി. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ വേഗം അവിടുന്ന് അതിൻ്റെ കാല്, കൈ ഒക്കെ ആയിട്ട് അങ്ങനെ ഒക്കെ വേർതിരിച്ച് സെപ്പറേറ്റൊക്കെ ആയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏത് ഭാഗമാണ് നമുക്ക് മേടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാം. ആ രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ മീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഗാർഡൻ ഐറ്റംസിൻ്റെ ഭാഗത്തോട്ടാണ്. അപ്പോൾ അവിടെ ഇൻഡോർ പ്ലാന്റ്സും നമ്മുടെ നാട്ടിൽ കാണുന്ന കുറേ ചെടികളൊക്കെ നമ്മൾ കണ്ടുവിട്ടു. അല്ലാത്ത ചെടികളും കുറേ അവിടെയുണ്ട്. ഫ്ലവേഴ്സും ഒക്കെ വയ്ക്കുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ കുറേ സീഡ്സും അതുപോലെ ഫ്ലവർ ബാസ്ക്കറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെയുണ്ട്. ബൊക്കെ കൊടുക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ ഈ ഫ്ലവേഴ്സൊക്കെ കാണാൻ. ഈ ചെടി നമ്മുടെ അവിടെ കണ്ടിട്ടുണ്ട്, ഇത് നമ്മുടെ അവിടെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ റോസ്, അതുപോലെ നമ്മുടെ ജമന്തി, അങ്ങനെ ഒത്തിരി ഭംഗിയായിട്ടുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണ ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. ആ ഭാഗം കഴിഞ്ഞതാ ഡ്രൈ ആയിട്ടിരിക്കുന്ന സീഡ്സും അതുപോലെ ലീഫും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ആയുർവേദ ഔഷധ സസ്യങ്ങളും അങ്ങനത്തെ ഒക്കെ ആയിട്ടാണ് തോന്നിയിരിക്കണം. അത് കഴിഞ്ഞത് നമ്മൾ വീണ്ടും കറങ്ങി തിരിച്ച് നമ്മുടെ നട്ട്സിൻ്റെ ഭാഗത്തെത്തി. കാരണം ഇതാരും മേടിച്ചിട്ടില്ല. എല്ലായിടത്തുനിന്നും എന്താ പറയുക, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ട് വിലയൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറിയാണ്. നമ്മുടെ അനീസേട്ടൻ്റെ ഫാമിലി ഒരു വഴിക്ക് പോകുന്നുണ്ട്, ഞങ്ങളിതാ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. أنا أعرف اللغة العربية. No Arab. عربي. India. أوه
این دیستان زنده باد زبان هندی که معلوم نهی مشکل چوری معلوم زبان هندی نریندرا مودی زنده باد اوکی last price discount അങ്ങനെ ആ കടക്കാരൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയത് അടുത്ത കടയിൽ സ്റ്റോളിൻ്റെ ഇവിടെ കയറി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗിഫ്റ്റ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ആകാംക്ഷയുടെ പുറത്ത് അത് പോയി നോക്കി അതിൻ്റെ വിലയും റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഇത് ഏണസ്റ്റിൻ്റെ മിസ്സിന് ഇങ്ങനെ മേടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചനയാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്താണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. നട്ട്സ് കണ്ട് നമുക്കറിയാം, അല്ലാണ്ട് കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ഉള്ളതാണോ അല്ലാത്തതാണോ നമുക്കൊരു ഐഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ വിലയൊക്കെ ചോദിച്ചു വെച്ചു. അങ്ങനെ എന്താ പറയുക, ഒരു എത്തും പിടി നമുക്ക് കിട്ടുന്നില്ല. എന്ത് മേടിക്കണം, എങ്ങനെ മേടിക്കണം, ഏതാണ് കറക്റ്റ് പ്രൈസ് എന്ന് പോലും നമുക്കറിയില്ല. അപ്പം ഇങ്ങനെ നടക്കുകയാണ് എല്ലാവരും. Hello. Box? Yeah. Yes, what is this mana box? Lekke chobra. Jab yak. അങ്ങനെ അയാളുടെ അടുത്ത് നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പോയ സെക്ഷനിൽ കുറേ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ കുറേ ഉപ്പിലിട്ട് വെച്ച സംഭവങ്ങളുടെ അടുത്തേക്കാണ് പോയത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും സ്പൈസസും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ അടുത്ത സെക്ഷനിലോട്ട് എത്തി. കാണുന്നത് നമ്മൾ സ്വീറ്റ്സ് ആണെന്ന് വിചാരിക്കും, പക്ഷേ സ്വീറ്റ്സ് അല്ല, ഇതെല്ലാം ചീസാണ്. പല ഷേപ്പിലും ഭംഗിയിലൊക്കെയുള്ള ഷേപ്പിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ ചീസ് ഡ്രൈ ചീസാണ് കേട്ടോ ഇത്. ഈ ചീസ് ഇവർ ഭക്ഷണത്തിൻ്റെ ഒപ്പം ഇവർ കഴിക്കും. ഞങ്ങൾക്ക് ഇതുപോലെ ഹോംലി ഫുഡ് കഴിക്കുന്ന സമയത്ത്, കസാക്കിസ്ഥാനിലെ ഹോംലി ഫുഡ് കഴിക്കുന്ന സമയത്ത് അവരിതുപോലെ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചീസ്. ഇത് ഡ്രൈ ചീസും ഉണ്ട്, അല്ലാത്ത തരത്തിലുള്ള ചീസും ഇവിടെ ഉണ്ട് കേട്ടോ. സ്വീറ്റ് ചീസ് എന്ന് പറയുന്നുണ്ട്. ഇതാണോ അന്ന് പൊട്ടിച്ചു തന്നത്? ചീസ് അന്ന് പൊട്ടിച്ചു തന്ന വെച്ച സാധനം ഇതാണോ? അതാണോ പൊട്ടിച്ചു തന്നത്? നമ്മൾ ആ പ്ലേറ്റിൽ അവർ പൊട്ടിച്ചു വെച്ചിരുന്നില്ലേ? ഞങ്ങളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് സ്വീറ്റ് ചീസാണ് കേട്ടോ. അതാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അങ്ങനെ സ്വീറ്റ് ഉണ്ട്, അതുപോലെ സാൾട്ട് ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടി ഉണ്ട് കേട്ടോ. സ്വീറ്റ് ചീസ് രസമുണ്ട്, കുഴപ്പമില്ല. ആ സോൾട്ടിനെക്കാട്ടി രസമുണ്ട്. സുഷി 300 gram. Давайте можно на 5. ഇതൊക്കെ ചൈനീസ് വിഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നതൊക്കെ. നമ്മുടെ സുഷിയും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെന്താ മേടിച്ചേ? വൈറ്റ് ചോക്ലേറ്റ്. അതെ, ആ റൗണ്ട് അതന്നെ വെറൈറ്റി ആയിട്ട് 2000. ഈ സ്ഥലത്ത് വെച്ച് ഒരുവിധം എല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടിയതിന് ശേഷം എല്ലാവരും കൂടി അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ചെരുപ്പ്, ഡ്രസ്സ്, ബാഗ്, എന്താ പറയുക, പുതപ്പ്, അങ്ങനെ എന്ത് വേണ്ട അങ്ങനെ എല്ലാ സകലമാന വസ്തുക്കളും, ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം.
അപ്പോൾ അവിടേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഇവിടെ എന്താ പറയുക, വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്, നമ്മൾ കാണാത്തതും കണ്ടതുമായ കുറേ സംഭവങ്ങളുണ്ട്. എന്താ പറയുക, ഇടം വെല്ലം തിരിയാൻ പറ്റില്ലാത്ത പോലത്തെ അവസ്ഥ. ചുറ്റും സാധനങ്ങളാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാവും, ഇതെടുക്കണോ അതെടുക്കണോ, എന്താ മേടിക്കണമെന്ന് തന്നെ കൺഫ്യൂഷനാവും. അവസാനം എന്താ ഉണ്ടാവും, ഒന്നും മേടിക്കാണ്ടുകൊണ്ട് പോരും. അതാണ് അവസ്ഥ. കാരണം കൺഫ്യൂഷൻ കൊണ്ട് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാവരും നടക്കുന്നത്. നല്ല ഭംഗിയിലെ വെള്ളത്തൊക്കെ ഇരിക്കുന്നു. ഏണസിന് ചെരുപ്പ് വേണമെന്ന്, അവനെ വാച്ച് വേണമെന്ന്. ഈ പുള്ളിക്കാരി ഞങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് ഒരു പിടി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പുള്ളിക്കാരി അവിടുത്തെ കസാക്ക് ഭാഷയിലാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത്. അതൊരു ഐഡിയ നമുക്കില്ല. അപ്പോൾ അവസാനം ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞപ്പോൾ അതും പറയുന്നതും നമുക്ക് തിരിയുന്നില്ല എന്താ സംഭവം എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലനെ ഇറങ്ങി. പിന്നെ നമ്മളിതാ ചെരുപ്പിൻ്റെ അവിടേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ല ഉള്ളൻ ഇതിൽ തുന്നിയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ മമ്മിക്ക് ഇതുപോലത്തെ ഇവിടെ നിന്ന് ഒരെണ്ണം മേടിക്കുക എന്നുള്ളതിൽ ഞങ്ങളതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കടുവയുടെ തോലിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈനിലുള്ള ചെരുപ്പൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബൈ 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 ബൈ. താങ്ക് യു. ടോയ്സ് അവിടെ ഉണ്ട്. ഇതാണൊക്കെ ഷൂ ആണ്. ഇത് ഷൂവും ഡ്രസ്സൊക്കെയാണ്. അവരെവിടേക്കാണോ പോയി അറിയില്ല. അങ്ങനെ ചെരുപ്പിൻ്റെ സെക്ഷനും എന്താ പറയുക, തുണിക്കടയും ബാഗിൻ്റെ കടയും ഒക്കെ ഇങ്ങനെ മിക്സപ്പായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അങ്ങനൊരു ഒരു ഓർഡർ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ വന്ന വഴിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന കാരണം കൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല ഇതിൻ്റെ കറക്റ്റ് റൂട്ട് ഏതാണെന്നൊന്നും. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ. നന്നായിട്ട്. How much is this one? 12. Pudding. Angka boleh berjalan. This is more powerful, so powerful. Lighters are even. അല്ല കീ ചെയിനും മേടിക്കേണ്ടി പറഞ്ഞു. അതിന് പൈസ അങ്ങനെ വീണ്ടും നമ്മുടെ ഗ്യാങ്ങിനെ കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ചെറിയ കടകളിലൊക്കെ കയറിയിട്ട് ഓരോന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജ് മാഗ്നറ്റ്, അതുപോലെ കീ ചെയിൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുമുട്ടി. അപ്പം നമ്മൾ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളും കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ മേടിച്ചിട്ടില്ല. ചെരുപ്പ് മാത്രമാണ് മേടിച്ചിട്ടുള്ളത് ഞങ്ങൾ. പിന്നെ അതുപോലെ സ്വീറ്റ് ഇനി മേടിക്കണം. അത് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണോട് കൂടിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങാം.
അങ്ങനെ ഈ ചേച്ചിയുടെ കടയിൽ നിന്നാട്ടോ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത്. നമ്മളായിരിക്കുന്ന ആപ്പിൾ ഉണ്ടല്ലോ, ആ ആപ്പിൾ അൽമട്ടി നേരിട്ടുള്ള ആപ്പിൾ നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും അങ്ങനെ എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമിത ഇതുപോലെ ഷോളും അങ്ങനെ എന്തോ 2-3 ഐറ്റംസ് അവളും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ഇവിടേക്ക് എത്തി, നട്ട്സ് മേടിക്കാനെത്തി. ബട്ടുണ്ടോ? See, 2 box. 2 box. 2 box? 6,000. എന്തായിരിക്കും 2000 2,000. 400. 2 box 400. No, it's the last price. 5,000. 2 box. I think box 5,000. 2 box 5,000. Okay. No. 2 box. No, 1 box. 2 box. Bush club. 1 box. എന്താ ഐഡിയ 5,000. ഇതിന് അയ്യായിരത്തിലേക്ക് 2 ബോക്സ് എടുക്കുക. 5,000. 1 box എടുക്കുക. 2 ബോക്സ് എടുക്കുക. 5,000. അപ്പൊ നിങ്ങൾ ആറ്റില്ല. അപ്പൊ മൊത്തം 10,500 രൂപ Yalla. Black oil no. Mix? No, only black. White we have. Go. 140. 200. Small bit. 200. ഇതാണോ? Macadamia, yes, very good, yes. Macadamia, no? Hello. 10,500 ഞാൻ നൽകി തരാം. എനിക്ക് ഞാനിത് UV കറണ്ടിട്ടാണ് പറയുന്നത്. അല്ലേ ഭായി? കുറച്ച് ചില്ലറയുണ്ട്. ആ ചില്ലറ കയ്യിലുണ്ട്. അവർക്ക് പുറത്ത് Limana, 7,000. 7,000. Discount. Yeah? Sorry. ഇഞ്ഞു കൊടുക്കണ 70. This problem, this wife? Yes. And husband. This is my husband. So 500. Baba. Vinayaka Chopra. This problem. ഞങ്ങൾ ഇവരുടെ കടയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇവിടെ നിന്നാണ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയത്. പക്ഷേ അവർക്കും അറിയാം നമ്മൾ വരുന്നവരെല്ലാവരും ഇങ്ങനെ ബാർഗിൻ ചെയ്ത് പിടിക്കുമ്പോൾ കുറേയൊന്നും അവർ വല്ലാണ്ട് കുറയ്ക്കൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നിന്ന് എന്തെങ്കിലും ഇത്തിരി കുറച്ചു അത്രേനെ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെറുതായിട്ട് കുറച്ചിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് 2 പേരൊക്കെ എടുത്ത കാരണം കൊണ്ട് എന്തോ ഒരു ചെറിയൊരു അളവ് കിട്ടിയെന്ന് മാത്രം. അങ്ങനെ ഞങ്ങളിതാ അടുത്തത് ഇത് മേടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കുറേ കൂലങ്കഷമായ ചർച്ച നടത്തിയപ്പോൾ അവസാനം അത് മേടിക്കേണ്ടെന്ന് വിചാരിച്ചു തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ ഇതാ ഇനി നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നതോട് കൂടിയിട്ടുള്ള ചെറിയൊരു സ്റ്റോളാണ്. സ്റ്റോണുകളാണ് മൊത്തം, അതിൻ്റെ ഓർണമെൻറ്റ്സും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഗ്രീൻ ബസാർ ഇവിടുന്ന് വിടുകയാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തല്ലേ, ഞാൻ വീട് അങ്ങനത്തെ കാര്യമൊന്നുമില്ലേ.
എന്തായി? Девочки, дорогу. Вас перезвонит. നിങ്ങൾ മേടിച്ചോ? ദുദ്യ മേടിച്ചോ എന്തെങ്കിലും? എന്തായി? എല്ലാവർക്കും തീരുമാനങ്ങളായ? അവിടെ ദാണ്ടെ സിൽവറിന്റെ ഇത് കിട്ടുന്നു. ബ്രേസ്ലെറ്റ് ഉണ്ടോ? എന്താ അമിത നോക്കണ്ട? ഓർണമെന്റ്സ് നോക്കണ്ട? വാ വെറുതെ നോക്കിട്ട് പോരാ. ഓർണമെന്റ്സ് ഇവിടെ ഉണ്ടെന്ന് നോക്കണം ഒന്നുകൂടി. അങ്ങോട്ട് നീങ്ങി പോയിട്ടാവോ? അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഒരു ടീം ഇതാ ഇവിടുത്തെ ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ മേടിച്ച് കണ്ടത്. അപ്പോൾ അവർ മേടിച്ചപ്പോൾ ദാമിരയ്ക്കൊരു മോഹം അത് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ദൂരമൊക്കെ നടന്നു. ഈ സംഭവം എവിടെയെന്ന് കാണണ്ടേ, കുറച്ചും കൂടി നടന്നപ്പോൾ സ്ഥലം കിട്ടി കേട്ടോ. ഈ ഏരിയയിലാണ് അപ്പുറത്ത് അവിടെ ഉണ്ടോ? നിങ്ങൾ കണ്ടില്ലേ, ഓർണമെൻറ്റ്സിന് കുറേ പ്രത്യേകതയുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുത്തിലണിയാം, തലയിലിടാം, അതുപോലെ കൈമണിയാം, അങ്ങനെ പാദസരമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് സംഭവമാണ്. പക്ഷേ അമിതയ്ക്ക് അത് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മൂപ്പരാൾ അത് തിരിച്ചിങ്ങോട്ടേ പോന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ രണ്ടുപേരും അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് നന്നായി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ മെല്ലനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോരുകയാണ് ചെയ്തത് കേട്ടോ. ഇനി എല്ലാവർക്കും വിശപ്പും ദാഹവും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു. അപ്പോൾ എല്ലാവർക്കും അത് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ അങ്ങനെ നേരെ നമ്മളിതാ ഇവിടെ ഒരു KFC കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ടാക്സി വിളിച്ച് ഇവിടേക്ക് എത്തി. അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഗ്രീൻ ബസാർ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗ്രീൻ ബസാർ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരും മറക്കരുത്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.